ഇപ്പോൾ ഉമയെ ICU വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ICU വെന്റിലേറ്ററിൽ 24 മണിക്കൂർ നേരത്തെ ഒബ്സർവേഷൻ വേണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ പരിചരണവും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗവൺമെൻറ്റിൽ നിന്നും കൊടുത്ത നിർദ്ദേശപ്രകാരം നേരത്തെ ശ്രീ രാജു മിനിസ്റ്റർ നിങ്ങളോട് സൂചിപ്പിച്ച് കാണും, ഒരു മെഡിക്കൽ ടീം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. അവർ ഏകദേശം ഒരു 11 മണിക്ക് ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഉമ സ്റ്റേബിളാണ്, വെന്റിലേറ്റർ സപ്പോർട്ടോടുകൂടി വളരെ സ്റ്റേബിളാണ്. ഇനിയും നാളെ 2 ദിവസത്തെ 24 മണിക്കൂർ കഴിയുമ്പോൾ സ്വാഭാവികമായും ഒന്നിക്കൽ കൂടി അസസ്മെൻറ്റ് നടത്തി മറ്റുള്ള എന്താണ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതെന്ന് വെച്ച് ചെയ്യും. ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും എല്ലാ പരിചരണവും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് തന്നെ ഗവൺമെൻറ് ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് ടീം വരുന്നു. അതോടൊപ്പം തന്നെ ഇനിയും മറ്റ് ആരെങ്കിലുമായി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണമെങ്കിൽ അതിനുള്ള സന്നദ്ധത ഈ ഹോസ്പിറ്റലുകാർ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെ വേണമെങ്കിൽ ഇതിൻ്റെ മറ്റുള്ള ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട് അതിവിടെ നിന്ന് ഇവർ തന്നെ ബന്ധപ്പെടുന്നതായിരിക്കും. ബന്ധപ്പെട്ട് കഴിയുന്നത്ര എല്ലാ ട്രീറ്റ്മെൻറ്റുകളും പരിചരണവും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെന്റിലേറ്റർ സപ്പോർട്ടോടുകൂടി ഉമ സ്റ്റേബിളാണ്.